മസിൽ ലോസ് കാരണം ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇനി മസിൽ ലോസ് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ച് പറയാം. ആദ്യമായി പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റ് ആക്കാം. നിങ്ങൾ ഒരു 90 കിലോ ഉള്ള വ്യക്തിയാണ്, നിങ്ങൾക്ക് 70 കിലോ ആക്കണമെങ്കിൽ നമ്മളുടെ ദിവസമുള്ള പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത് 70 × 1.6 അല്ലെങ്കിൽ 2.2 ചെയ്യുക. അപ്പോൾ നമുക്ക് 112 അല്ലെങ്കിൽ 154 കിട്ടും. ഇത്രയും ഗ്രാം ഓഫ് പ്രോട്ടീൻ ആണ് ഒരു ദിവസം നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ടാർഗറ്റ് വെയിറ്റിനെ 1.6 അല്ലെങ്കിൽ 2.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര ഗ്രാം കിട്ടുന്നോ അത്രയും പ്രോട്ടീൻ ആണ് നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടത്. ഓരോ മീലിലും 20 മുതൽ 30 ഗ്രാം വരെ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്ത് കഴിച്ചാൽ മതി. സെക്കൻഡ് പോയിന്റ്, കാലറി ഡെഫിസിറ്റ് ഒരുപാട് കൂടരുത്. നമ്മുടെ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചറിന്റെ 15 മുതൽ 20% മാത്രം കട്ട് ചെയ്ത് കാലറി ഇൻടേക്ക് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മളുടെ TDEE 2000 കാലറി ആണെങ്കിൽ അത് ഒരു 1600 മുതൽ 1700 റേഞ്ചിൽ ഫിക്സ് ചെയ്യണം. തേർഡ് പോയിന്റ്, യു നീഡ് കാർബോഹൈഡ്രേറ്റ്സ് ഫോർ എനർജി. മസിൽസിന്റെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. അതുകൊണ്ട് ഒരിക്കലും ലോ കാർബ് ഡയറ്റ് ട്രൈ ചെയ്യരുത്. ആവശ്യത്തിന് കാർബ്സ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. ഫോർത്ത് പോയിന്റ്, സ്ലീപ്പ് ആൻഡ് റിക്കവറി. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിലെ മേജർ റിപ്പയർ വർക്ക്സ് നടക്കുന്നത്. അതുകൊണ്ട് 7 to 9 hours ഓഫ് സ്ലീപ്പ് ഇസ് എ മസ്റ്റ്. ഫിഫ്ത് പോയിന്റ്, സപ്ലിമെന്റ്സ്. നമ്മൾ ഡെയിലി ഡയറ്റിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ലെങ്കിൽ സപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. സപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഹെൽത്ത് കെയർ എക്സ്പേർട്ടിന്റെ അഡ്വൈസോടുകൂടി സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം യൂസ് ചെയ്യുക.